ഡൈനാമിക്സ് ഓഫ് മെഷീനറി തേർഡ് മൊഡ്യൂൾ ഫ്ലൈവീൽ ആൻഡ് ബാലൻസിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഒരു ഡെറിവേഷനാണ് ഡീൽ ചെയ്യണത്. ഫ്ലൈവീൽ ഡയമെൻഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യും. അതിനുശേഷം അടുത്ത വീഡിയോസിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലൈവീലിൻ്റെ ഡയമെൻഷൻസ്, അതായത് ഡയമീറ്റർ, റേഡിയസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഡയമെൻഷൻസ് ഓഫ് ദി ഫ്ലൈവീൽ റിം. ഇവിടെ നമുക്കൊരു ഫ്ലൈവീലിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ആ ഒരു ഫിഗറായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഫ്ലൈവീലായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആദ്യം ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് ആദ്യം നോക്കുന്നത്. ലെറ്റ് ഡി ഈക്വൽ ടു മീൻ ഡയമീറ്റർ ഓഫ് റിം ഇൻ മീറ്റർ, ആർ ഈക്വൽ ടു മീൻ റേഡിയസ് ഓഫ് റിം ഇൻ മീറ്റർ, എ ഈക്വൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് റിം ഇൻ മീറ്റർ സ്ക്വയർ. ആദ്യത്തെ 3 ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഡയമീറ്റർ, റേഡിയസ്, അതേപോലെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇനി റോ ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് റിം മെറ്റീരിയൽ ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, n ഈക്വൽ ടു സ്പീഡ് ഓഫ് ദി ഫ്ലൈവീൽ ഇൻ RPM, ഒമേഗ ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ഓഫ് ഫ്ലൈവീൽ ഇൻ റേഡിയൻ പെർ സെക്കൻഡ്, v ഈക്വൽ ടു ലീനിയർ വെലോസിറ്റി ഓഫ് ഫ്ലൈവീൽ ഇൻ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫ്ലൈവീലിൻ്റെ റൊട്ടേഷണൽ RPM n ആണ്, അതേപോലെ ആംഗുലർ വെലോസിറ്റി ഒമേഗ, ലീനിയർ വെലോസിറ്റി v. ഇനിയുള്ളത് സിഗ്മ ഈക്വൽ ടു ടെൻസൈൽ സ്ട്രെസ് ഇൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും, അല്ലേ? ഒരു റൊട്ടേറ്റിംഗ് എലമെൻറ്റിന് 2 ഫോഴ്സ് ഉണ്ടാവും. ഒന്ന് സെൻട്രിപിറ്റൽ ഫോഴ്സ്, മറ്റൊന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ടെൻസൈൽ സ്ട്രെസ്സാണ് ഈ പറയുന്ന സിഗ്മ എന്ന് പറഞ്ഞാൽ. സിഗ്മ ഈക്വൽ ടു ടെൻസൈൽ സ്ട്രെസ് ഇൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇനി ഇവിടെ ആ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പോലെ നമ്മളൊരു സ്മോൾ എലമെൻറ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ്. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. കൺസിഡർ എ സ്മോൾ എലമെൻറ്റ് ഓഫ് ദി റിം ആസ് ഷോൺ. ലെറ്റ് ഇറ്റ് സബ്റ്റൻസ് ആൻ ആംഗിൾ ഡെൽറ്റ തീറ്റ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ഫ്ലൈ വീൽ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ്, അതായത് ഈ ഒരു പർട്ടിക്കുലർ എലമെൻ്റാണ് നമ്മളിവിടെ പറയുന്നത്. അത് സെൻട്രൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഡെൽറ്റ തീറ്റ. ഇനി നമുക്ക് ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ വോളിയം, അതേപോലെ മാസ്, ഇത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മൾ വോളിയം ഓഫ് ദി സ്മോൾ എലമെൻറ്റ് കണ്ടെത്തണം. വോളിയം ഓഫ് ദി സ്മോൾ എലമെൻറ്റ് ഈക്വൽ ടു, അതായത് നമുക്കിവിടെ ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണെന്നറിയാം. ഈ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? r ഇൻറ്റു ഡെൽറ്റ തീറ്റ. കാരണം ഇവിടുത്തെ ഇതിൻ്റെ റേഡിയസ് r ആണ്, അതേപോലെ ഈ സ്മോൾ എലമെൻറ്റ് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഡെൽറ്റ തീറ്റയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ സ്മോൾ എലമെൻറ്റിൻ്റെ ആർക്ക് ലെങ്ത് എന്തായിരിക്കും? r ഇൻറ്റു ഡെൽറ്റ തീറ്റ. അതുമാത്രമല്ല, ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണ്. അപ്പോൾ വോളിയം എന്തായിരിക്കും? a ഇൻറ്റു r ഡെൽറ്റ തീറ്റ. അപ്പോൾ അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. വോളിയം ഓഫ് ദി സ്മോൾ എലമെൻറ്റ് ഈക്വൽ ടു a ഇൻറ്റു r ഡെൽറ്റ തീറ്റ. ഇനി വോളിയം അറിയാമെങ്കിൽ നമുക്ക് മാസ് കണ്ടെത്താം. അതിനുള്ള ഇക്വേഷൻ എന്താണ്? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. നമ്മളിവിടെ ഓൾറെഡി ഡെൻസിറ്റി റോ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കിട്ടിയ വോളിയത്തിൻ്റെ ഇക്വേഷനെ റോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മാസ് കിട്ടും. അതാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. മാസ് ഓഫ് ദി സ്മോൾ എലമെൻറ്റ്, അത് നമുക്ക് dm എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം, ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു AR ഡെൽറ്റ തീറ്റ. അതാണ് അവിടെ എഴുതിയിരിക്കുന്ന dm ഈക്വൽ ടു റോ AR ഡെൽറ്റ തീറ്റ. ഇനി നമുക്കറിയാം, ഈ ഒരു ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് റേഡിയലി ഔട്ട്വേർഡ് ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് കണ്ടെത്താനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കണ്ടെത്തണം. ഇനി സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, mr ഒമേഗ സ്ക്വയർ, m ഇൻറ്റു മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇൻറ്റു റേഡിയസ് ഇൻറ്റു ഒമേഗ സ്ക്വയർ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൺ ദി എലമെൻറ്റ്, ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അതിനെ DF എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. അത് ഫിഗറിലും കൊടുത്തിട്ടുണ്ട് DF എന്നുള്ളത്. അത് ഔട്ട്വേർഡായിട്ട്, റേഡിയലി ഔട്ട്വേർഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. DF ഈക്വൽ ടു dm, അതായത് ആ പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ മാസ് ഇൻറ്റു ഒമേഗ സ്ക്വയർ, ആംഗുലർ വെലോസിറ്റിയുടെ സ്ക്വയർ ഇൻറ്റു റേഡിയസ് r. അപ്പോൾ dm ഇൻറ്റു ഒമേഗ സ്ക്വയർ r. ഇവിടെ dmന് പകരം നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ആ ഒരു ഇക്വേഷൻ അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റോ AR ഡെൽറ്റ തീറ്റ ഒമേഗ സ്ക്വയർ r. ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോഴുള്ള ഇക്വേഷനാണ് ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്.
റോ എ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡെൽറ്റ തീറ്റ. ഇനി ഈ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം ഈ ഒരു ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതായത് തീറ്റയാണ് ഇത് മേക്ക് ചെയ്യുന്ന, അതായത് ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ ആംഗിളാണ്, അതായത് ഹോറിസോണ്ടൽ ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്തായിരിക്കും? സൈൻ തീറ്റ ആയിരിക്കും അല്ലേ? അതാണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്ന വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഓഫ് ഡി എഫ് ഈക്വൽ ടു ഡി എഫ് ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ ഡി എഫിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, അത് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റോ എ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡെൽറ്റ തീറ്റ സൈൻ തീറ്റ. അപ്പോൾ ആ സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ആ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഈ എലമെൻറ്റ് നോക്കുക, ഡി എഫ് എന്നുള്ളത് ഹോറിസോണ്ടൽ ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന, ഹോറിസോണ്ടൽ ആക്സിസ് എക്സ് വൈ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഡി എഫ് സൈൻ തീറ്റയും അതേപോലെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഡി എഫ് കോസ് തീറ്റയായിരിക്കും. നമ്മളിവിടെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും? ഡി എഫ് സൈൻ തീറ്റ എന്ന് വരും. ഡി എഫിന് പകരം നേരത്തെ നമ്മൾ ഇക്വേഷൻ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് റോ എ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡെൽറ്റ തീറ്റ സൈൻ തീറ്റ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഞാൻ വായിക്കാം. ടോട്ടൽ വെർട്ടിക്കൽ അപ്വേർഡ് ഫോഴ്സ് ടെൻഡിങ് ടു ബേസ്റ്റ് ദി റിം അക്രോസ് ദി ഡയമീറ്റർ. അതായത് ഞാൻ ആ ഫിഗർ വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. നമ്മൾ ഇതിനു മുന്നേ ചെയ്ത സ്റ്റെപ്പിൽ എന്തായിരുന്നു? ഈ ചെറിയൊരു എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അതായത് ഡി എഫ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിനുശേഷം ഈ ഡി എഫിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഡി എഫ് സൈൻ തീറ്റയുടെ ഇക്വേഷനും നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു എലമെൻറ്റിൽ മാത്രമുള്ള വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ എക്സ് മുതൽ വൈ വരെയുള്ള ഇതിൻ്റെ മേലെയുള്ള പോർഷനിൽ ടോട്ടലായിട്ട് ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്കറിയാം ഒരു സ്മോൾ എലമെൻറ്റിൽ വെർട്ടിക്കൽ കോമ്പണൻറ്റ് അറിയാമെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഇതിന് മേലെ എക്സ് വൈക്ക് മേലെയുള്ള ഹാഫ് പോർഷനിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സ്മോൾ എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ കോമ്പണൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അറിയണം. ഇവിടെ ലോവർ ലിമിറ്റായിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സോ 0യും അപ്പർ ലിമിറ്റായിട്ട് വൈയിൽ എൻഡ് ചെയ്യുന്നത് കൊണ്ട് അവസാനത്തെ പോയിന്റിൽ പൈയും നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് അപ്പർ ലിമിറ്റ് പൈ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഈ ഒരു എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ കോമ്പോണൻറ്റിനെ 0 to പൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇവിടെ എക്സ് വൈക്ക് മേലെയുള്ള ഹാഫ് പോർഷനിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് എന്ത് ചെയ്യാം? കണ്ടെത്താം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to പൈ റോ എ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ സൈൻ തീറ്റ ഡെൽറ്റ തീറ്റ. അപ്പോൾ ആ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ളത് ഇതിന് മുന്നേയുള്ള സ്റ്റെപ്പിലുള്ള ഇക്വേഷനാണ്. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ഇൻ്റഗ്രൽ 0 to പൈ. എന്തുകൊണ്ട് 0? കാരണം സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ഡിഗ്രിയിലും എൻഡ് ചെയ്യുന്നത് പൈയിലുമാണ്. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ടോട്ടൽ വെർട്ടിക്കൽ അപ്വേർഡ് ഫോഴ്സ്. ഇനി അതിൻ്റെ കൂടെയുള്ള ടേം ശ്രദ്ധിക്കുക, ടെൻഡിങ് ടു ബേസ്റ്റ് ദി റിം അക്രോസ് ദി ഡയമീറ്റർ എന്നുള്ളതാണ്. അതായത് അതും ആ ഫിഗറിലേക്ക് നോക്കിയാൽ മതി. ഇവിടെ ഡി എഫ് എന്നുള്ളത് എവിടേക്കാണ് ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കലി ഔട്ട്വേർഡ് ആയിട്ടാണ് അല്ലേ, അല്ലെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് എവിടേക്കായിരിക്കും? അതും ഇതുപോലെ തന്നെ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും ആക്ട് ചെയ്യുക. സോ ഇത് ആ ഒരു പർട്ടിക്കുലർ ഫ്ലൈ വീലിനെ ബേസ്റ്റ് ചെയ്യാനായിട്ട് ടെൻഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ടെൻഡിങ് ടു ബേസ്റ്റ് ദി റിം അക്രോസ് ദി ഡയമീറ്റർ എന്ന് എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അതിന് ശേഷമുള്ള 2 സ്റ്റെപ്പുകൾ നിങ്ങൾ നോക്കിയാൽ മതി, വളരെ സിമ്പിളാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് 2 റോ എ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഇത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുത്തു. അപ്പോൾ ഈ ഒരു ടേമാണ് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനാണ് അല്ലെങ്കിൽ ആ വെർട്ടിക്കൽ കോമ്പണൻ്റ് ആണ് ഈ ഒരു ഫ്ലൈ വീലിനെ ബേസ്റ്റ് ചെയ്യാനായിട്ട് ടെൻഡ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഇനി ഈ ഫിഗറിലേക്ക് പോകാം. ഇവിടെ ആയിട്ട് 2 ഫോഴ്സുകൾ പി എന്ന് പറയുന്ന 2 ഫോഴ്സുകൾ കാണാം. അപ്പോൾ ഈ 2 ഫോഴ്സുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുവരെ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ഈ 2 ഫോഴ്സുകൾ ഇപ്പോൾ പറഞ്ഞ ബേസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ ബേസ്റ്റ് ചെയ്യാനായിട്ട് ടെൻഡ് ചെയ്യിപ്പിക്കുന്ന ഫോഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇവിടെ 2 പി ഉള്ളത് കൊണ്ട് ടോട്ടൽ
ഫോഴ്സ് എന്തായിരിക്കും 2p ആയിരിക്കും. അതായത് ഈ ബേസ് ചെയ്യാനായിട്ട് ടെൻഡ് ചെയ്യുന്ന ഫോഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ രണ്ട് ഫോഴ്സുകളും ആക്ട് ചെയ്യുക. അതാണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ദിസ് വെർട്ടിക്കൽ അപ്വേർഡ് ഫോഴ്സ് വിൽ പ്രൊഡ്യൂസ് ടെൻസൈൽ സ്ട്രെസ് ആൻഡ് ഇറ്റ് ഈസ് റെസിസ്റ്റഡ് ബൈ 2p. ഓക്കെ, അതായത് ആ ഫസ്റ്റ് ഇക്വേഷനിലെ ടേം എന്നുള്ളത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് 2p. അപ്പോൾ 2p ഈക്വൽ ടു 2 ഇൻറ്റു സിഗ്മ എ. അപ്പോൾ ഇക്വേഷൻ 2p ഈക്വൽ ടു 2 സിഗ്മ എ. ഇവിടെ ആ 2p ഈക്വൽ ടു 2 സിഗ്മ എ എന്നുള്ളത് എങ്ങനെയായി? നമുക്കറിയാം, ഈ ഒരു ഫോഴ്സ് സ്ട്രെസ് സിഗ്മയാണെങ്കിൽ സ്ട്രെസ്സിനെ ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പി ആണ്, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മയാണ്, ഏരിയ എന്ന് പറഞ്ഞാൽ എ ആണ്. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്ന ഫോഴ്സിനെ നമുക്ക് സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് 2p ഈക്വൽ ടു 2 സിഗ്മ എ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ ടോട്ടൽ വെർട്ടിക്കൽ അപ്വേർഡ് ഫോഴ്സിനെ, അതായത് 2 സിഗ്മ എ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഫസ്റ്റ് ഇക്വേഷൻ, ഓക്കെ, അതിനെ ഈ പറയുന്ന ടേം, അതായത് 2p എന്ന് പറയുന്നത് എന്ത് ചെയ്യും? പ്രിവെൻറ്റ് ചെയ്യുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1ഉം 2ഉം നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അതാണ് എഴുതിയിരിക്കുന്നത്. ഇക്വേറ്റിംഗ് 1 and 2 നമുക്ക് കിട്ടുന്നതാണ് 2 റോ എ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 2 സിഗ്മ എ. ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വി ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ ബൈ റോ എന്നുള്ളത്. അപ്പോൾ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ കിട്ടി, റൂട്ട് ഓഫ് സിഗ്മ ബൈ റോ, വേർ സിഗ്മ ഈസ് ദി ടെൻസൈൽ സ്ട്രെസ്, റോ ഈസ് ദി ഡെൻസിറ്റി ഓഫ് ദി മെറ്റീരിയൽ. അപ്പോൾ വെലോസിറ്റി വി ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ ബൈ റോ, അത് തേർഡ് ഇക്വേഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് വി നോ ദാറ്റ് മാസ് ഓഫ് ദി റിം എം ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് വോളിയം എന്നുള്ളത് പൈ ഡി എ ആയിട്ടും ഡെൻസിറ്റി റോ ആയിട്ടും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മാസ് എം ഈക്വൽ ടു നമുക്ക് കിട്ടുന്നതാണ് പൈ ഡി എ റോ. ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴും മറ്റും ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കും. ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എ ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ പൈ ഡി റോ. അപ്പോൾ ഇത് നമ്മൾ ഫോർത്ത് ഇക്വേഷൻ ആയിട്ട് എടുത്തു. അങ്ങനെ നമ്മൾ എഴുതുകയാണ്, ഫ്രം 3 and 4 വി മേ ഫൈൻഡ് ദി വാല്യൂ ഓഫ് മീൻ റേഡിയസ് ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി റിം. അപ്പോൾ ഇതിന് മുന്നേ കിട്ടിയ തേർഡ് ഇക്വേഷൻ, വീഡ് ഇക്വേഷൻ, അതിൽ നിന്നും നമ്മൾക്ക് റേഡിയസും അതേപോലെ തന്നെ ഫോർത്ത് ഇക്വേഷനിൽ നിന്നും ക്രോസ് സെക്ഷണൽ ഏരിയയും നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് വൺ, ഇഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി റിം ഈസ് റെക്ടാങ്കിൾ എ ഈക്വൽ ടു ബി ഇൻറ്റു ടി, വേർ ബി ഈസ് ദി വിഡ്ത്ത് ഓഫ് ദി റിം, ടി ഈസ് ദി തിക്നെസ് ഓഫ് ദി റിം. ഈ ഇക്വേഷൻ വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ ഈ പർട്ടിക്കുലർ ഡെറിവേഷൻ നമ്മൾ ചെയ്ത റിമ്മിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ ആയിരുന്നു. സർക്കുലർ അല്ല, റെക്റ്റാങ്കിൾ ആണ് വരുന്നതെങ്കിൽ നമ്മൾക്ക് ഏരിയ കണ്ടെത്താനായിട്ട് നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് ബി ഇൻറ്റു ടി ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്.